ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് പഫ് സ്ലീവ് ഫുൾ ബ്ലൗസിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ആണ്. കട്ടിങ്ങിൻ്റെ വീഡിയോ കഴിഞ്ഞ പാർട്ട് 1 എന്ന് പറഞ്ഞിട്ടിട്ടുണ്ട്. ഇത് സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. കട്ടിങ്ങിൻ്റെ കാണാത്തവരാണെങ്കിൽ ആ വീഡിയോ പോയി കണ്ടാൽ മതി, ചാനലിൽ ഇട്ടിട്ടുണ്ട്. അത് പോയി കണ്ടിട്ട് വേണം ഇത് കാണാനായിട്ട്. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നതുകൊണ്ട് തന്നെ കുറച്ച് വീഡിയോ ലെങ്തി ആയിരിക്കും. ഞാനിവിടെ ആദ്യം ബാക്ക് പാർട്ട് നെക്കാണ് ആദ്യം സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. നല്ല വശത്തിൻ്റെ പുറത്ത്, അതായത് നല്ല തുണിയുടെ നല്ല വശത്തിൻ്റെ പുറത്ത് ഇതുപോലെ ഒന്ന് ലൈനിങ് അറ്റാച്ച് ചെയ്ത് വെച്ചതിന് ശേഷം 1/2 ഇഞ്ച് ഡിസ്റ്റൻസ് ഇട്ട് ഇതുപോലെ നെക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. 1/2 ഇഞ്ച് ഡിസ്റ്റൻസ് ഇട്ട് ഒരുപോലെ വെച്ചതിന് ശേഷം ലൈനിങ്ങും നല്ല തുണിയും ഒരുപോലെ നല്ല വശത്തിൻ്റെ പുറത്ത് വെച്ചതിന് ശേഷം ഡിസ്റ്റൻസ് ഇട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിന് ശേഷം നെക്ക് ഇതുപോലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. സ്റ്റിച്ചിൽ കൂടെ കട്ട് ചെയ്യൽ, അല്ലാതൊന്ന് കട്ട് ചെയ്ത് ഇതുപോലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ആ യു ഷേപ്പ് വരുന്ന ആ ഒരു ഷേപ്പ് കറക്റ്റായിട്ട് കിട്ടാനായിട്ടാണ്. അതിനുശേഷം ലൈനിങ്ങിൻ്റെ പുറത്ത് ഇതുപോലൊന്ന് പതിച്ചടിച്ച് കൊടുക്കുക. ലൈനിങ്ങിൻ്റെ പുറത്ത് ചേർത്തൊന്ന് ഇതുപോലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇതുപോലൊന്ന് നിവർത്തി ലൈനിങ്ങിനെ അകത്തോട്ടാക്കിയതിന് ശേഷം ലൈനിങ് എല്ലാ ഭാഗവും നന്നായിട്ട് ഇതുപോലൊന്ന് പിടിച്ച് വെച്ചതിന് ശേഷമായിരിക്കണം. ഇത് നന്നായിട്ട് ഇതുപോലെ പിടിച്ച് വെച്ചതിന് ശേഷം നമ്മൾ ഹുക്ക് വയ്ക്കേണ്ട പാർട്ടിലൂടെ ഒന്ന് ചേർത്തൊന്ന് അടിച്ചു കൊടുക്കണം. ലൈനിങ്ങും നല്ല തുണിയും ഇതുപോലെ ചേർത്ത് വെച്ചതിന് ശേഷം ഹുക്ക് വയ്ക്കേണ്ട പാർട്ടിലൂടെ, അതായത് ആ ഓപ്പൺ വരുന്ന സൈഡിലൂടെ ഒന്ന് ഇതുപോലൊന്ന് ചേർത്തടിച്ച് താഴേക്ക് കൊണ്ടുവരിക. അവിടെ ഒന്ന് താഴ്ഭാഗവും ഇതുപോലെ ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കുക. ലൈനിങ്ങായിട്ട് അറ്റാച്ച് ചെയ്തെടുക്കുക. അവിടെ നിന്ന് ആ സൈഡ് ഭാഗവും ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കണം. ഇതേ രീതി തന്നെയാണ് ബാക്ക് പീസിലെ മറ്റേ സൈഡ് നെക്കും. അതായത് നമ്മൾ സിബ് വയ്ക്കുന്നത് കൊണ്ട് തന്നെയാണ് രണ്ടായിട്ടൊന്ന് പാർട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റേ സൈഡും ഇതുപോലൊന്ന് സെയിം ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കും. നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കും, താഴത്തെ ഭാഗം ലൈനിങ് കട്ടിങ്ങിൻ്റെ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല തുണിയുടെ അത്രയും ലെങ്ത് ഇല്ല എന്നുള്ളത്. അപ്പോൾ അത് ഞാൻ ഇനി അതെന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞുതരാം. ഇപ്പോൾ അവിടെ ലൈനിങ് കുറവും നല്ല തുണി കൂടുതലായിട്ട് കാണുന്നുണ്ട്. അത് ലാസ്റ്റ് ഫൈനൽ ഞാൻ പറഞ്ഞുതരാം അതെന്താണ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ഞാൻ 2 പാർട്ടും ബാക്കിലെ 2 സൈഡ് നെക്കും, അതായത് സിബ് വയ്ക്കുന്നത് കൊണ്ട് തന്നെ 2 സൈഡ് നെക്കായിട്ടാണ് വരുന്നത്, 2 പാർട്ടായിട്ടാണ് വരുന്നത്. ആ 2 പാർട്ടും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് പാർട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഫ്രണ്ട് പാർട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. ലൈനിങ് എല്ലാം ഒരുപോലെ വയ്ക്കണം. നല്ല തുണിയുടെ പുറത്ത് ലൈനിങ് വരണം. ഇവിടെ ഞാൻ ഡിസൈൻ ഇതാണ് നെക്കിന് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു കൂർത്ത് വരുന്ന ഭാഗത്ത് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതങ്ങോട്ടോ ഇങ്ങോട്ടോ ലൈനിങ്ങും നല്ല തുണിയുമായിട്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ തെന്നി മാറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു പിൻ അവിടെ കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ നേരത്തെ ബാക്ക് നെക്ക് എങ്ങനെയാണോ സ്റ്റിച്ച് ചെയ്ത് അതേപോലെ തന്നെയാണ് 1/2 ഇഞ്ച് ഡിസ്റ്റൻസ് ഇട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. നിങ്ങൾ ഏത് ഡിസൈനാണോ ചെയ്യുന്നത് ആ ഡിസൈൻ അനുസരിച്ച് നിങ്ങൾ സ്റ്റിച്ച് ചെയ്താൽ മതി. എനിക്കിപ്പം ഈ ഒരു ഡിസൈൻ ആയതുകൊണ്ട് എല്ലാ കൂർത്ത ഭാഗത്തും ഇതുപോലെ ഒന്ന് മെഷീൻ ഒന്ന് പിൻ ചെയ്ത് വെച്ചതിന് ശേഷം തുണി അങ്ങോട്ട് തിരിച്ച് വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ഈ ഡിസൈൻ ആണെങ്കിൽ ചെയ്യുന്നതെങ്കിൽ മാത്രം. അതല്ല എങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് നിങ്ങളെ ഡിസൈൻ അനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഈ ഡിസൈൻ ആയതുകൊണ്ട് തന്നെ ഇങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുത്തത്. ഈ പിന്നെല്ലാം ഒന്ന് മാറ്റി കൊടുത്തതിന് ശേഷം ആ കൂർത്ത് വരുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ, കോർണറായിട്ട് വരുന്ന ആ ഭാഗമെല്ലാം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കണം. കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് സ്റ്റിച്ചിലോട്ട് ആകരുത്. സ്റ്റിച്ചിലോട്ട് ആകാത്ത രീതിക്ക് വേണം കട്ട് ചെയ്ത് കൊടുക്കാനായിട്ട്. സ്റ്റിച്ചിൻ്റെ തൊട്ടടുത്തായിട്ട് കൊണ്ട് കട്ട് ചെയ്ത് നിർത്തണം. ഇല്ലെങ്കിൽ സ്റ്റിച്ചിലായിക്കഴിഞ്ഞ് നമ്മൾ മറിച്ചെടുക്കുമ്പോഴത്തേന് തുണി കീറിയതായിട്ട് കാണാൻ പറ്റും. അത് വരാതിരിക്കാനായിട്ട് തൊട്ട് മുതൽ വളരെ ശ്രദ്ധിച്ച് വേണം കട്ട് ചെയ്യാനായിട്ട്. ഇപ്പം ഇതുപോലെ 3 ഭാഗവും കോർണറായിട്ട് വരുന്ന 3 ഭാഗവും കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കട്ട് ചെയ്തതിന് ശേഷം നേരെ പതിച്ചടിച്ച് കൊടുക്കുക. നമ്മൾ നേരത്തെ ബാക്ക് പീസിൽ എങ്ങനെയാണോ പതിച്ചടിച്ച് അതേ രീതിക്ക് തന്നെയാണ് ഇതും ഒന്ന് ലൈനിങ്ങായിട്ട് പതിച്ചടിച്ചെടുക്കുക. പതിച്ചടിച്ചതിന് ശേഷം ലൈനിങ് അകത്തോട്ട് ഇതുപോലെ ഒന്ന് എടുത്ത് വെച്ച് എല്ലാ ഭാഗവും ഒന്ന് നിവർത്തി വെച്ച് നെക്കെല്ലാം ഒന്ന് പെർഫെക്റ്റായിട്ട് പിടിച്ച് വെച്ചതിന് ശേഷം നമ്മൾ ബാക്ക് പാർട്ടിൽ അറ്റാച്ച് ചെയ്തതുപോലെ ലൈനിങ്ങുമായിട്ട് അറ്റാച്ച് ചെയ്തതുപോലെ 2 വശങ്ങളും താഴ്ഭാഗവും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക.
ഇനി സ്ലീവാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. സ്ലീവ് ഞാൻ പറഞ്ഞ കണക്ക് തന്നെ പഫ് സ്ലീവാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അതിവിടെ ഞാൻ താഴത്തെ പ്ലേറ്റിനും 6 ഇഞ്ചും മുകളിലത്തെ പ്ലേറ്റിന് 6 ഇഞ്ചുമായിട്ടാണ് എടുത്തിട്ടുള്ളത്. അത് കട്ടിങ്ങിൻ്റെ വീഡിയോ കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഒരു സൈഡ് 3 ഇഞ്ച് വീതമാണ് പ്ലീറ്റിനായിട്ട് എടുത്തിട്ടുള്ളത്. ഇനി നല്ല തുണി ബ്ലൗസിൻ്റെ നല്ല തുണി എടുത്ത് വെച്ചതിന് ശേഷം ലൈനിങ് ഇതുപോലെ ഒന്ന് എടുത്ത് വയ്ക്കുക. നല്ല വശത്ത് ലൈനിങ് ഇതുപോലെ വെച്ചതിന് ശേഷം 1/2 ഇഞ്ച് ഡിസ്റ്റൻസ് ഇട്ട് നമ്മൾ സാധാരണ നോർമലി സ്ലീവ് ചെയ്യുന്ന പോലെയാണ് ഇത് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത്. വളരെ ഈസി ആയിട്ടുള്ള പെട്ടെന്ന് തയ്ച്ചെടുക്കാൻ പറ്റുന്ന പഫ് സ്ലീവാണ് ഞാൻ ഇവിടെ സ്റ്റിച്ച് ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് ആദ്യത്തെ കട്ടിങ്ങിൻ്റെ വീഡിയോയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും. ഇതുപോലൊന്ന് 1/2 ഇഞ്ച് ഡിസ്റ്റൻസ് ഇട്ട് ഇതുപോലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ നെക്കൊക്കെ പതിച്ചടിച്ച കണക്ക് തന്നെ ഈ സ്ലീവും എൻ്റെയും പാർട്ട് ലൈനിങ്ങുമായിട്ടൊന്ന് പതിച്ചടിച്ച് കൊടുക്കുക. ലൈനിങ്ങിൻ്റെ ശ്രദ്ധിക്കേണ്ടത് ലൈനിങ്ങിൽ മാത്രമാണ് പതിച്ചടിക്കേണ്ടത്. നല്ല തുണിയിൽ ആരും സ്റ്റിച്ച് വീഴരുത്. എങ്കിൽ അവിടെ ആ താഴ്ഭാഗം വരുമ്പോഴത്തേനും സ്ലീവ് കാണാനൊരു ഭംഗി കാണത്തില്ല. അപ്പം ലൈനിങ്ങിലോട്ട് വെച്ചാണ് പതിച്ചടിക്കേണ്ടത്. അതിനുശേഷം ലൈനിങ് നമ്മൾ നെക്കൊക്കെ സ്റ്റിച്ച് ചെയ്ത പോലെ തന്നെ ലൈനിങ് അകത്തോട്ട് വെച്ചതിന് ശേഷം ചേർത്ത് ഇതുപോലൊന്ന് 1/2 ഇഞ്ച് ഡിസ്റ്റൻസ് ഇട്ട് ഒന്നുകൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അടുത്ത സ്ലീവും ഇത്രയും ഇതുപോലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. നേരത്തെ പറഞ്ഞ അതേ കണക്ക് തന്നെയാണ്, അതേ സെയിം രീതിക്ക് തന്നെയാണ് അടുത്ത സ്ലീവും സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി 2 സ്ലീവും ഇതുപോലൊന്ന് ഫോൾഡ് ചെയ്ത് വയ്ക്കുക. സെൻറ്റർ മാർക്ക് ചെയ്യാനായിട്ടും ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തപ്പോൾ എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടെങ്കിൽ ഈ സമയം സെറ്റ് ചെയ്യാനായിട്ടാണ്. ഇതുപോലൊന്ന് ഫോൾഡ് ചെയ്ത് 2ആയിട്ട് വെച്ചതിന് ശേഷം എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്ന് നോക്കണം. എനിക്കിപ്പോൾ ആൾറെഡി നല്ല ചേഞ്ച് ഉണ്ട്. ലൈനിങ് ഇതേ കണ്ടല്ലോ, ലൈനിങ്ങും നല്ല തുണിയായിട്ട് ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ അതെല്ലാം കട്ട് ചെയ്ത് സ്ലീവ് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് ഷേപ്പൊക്കെ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അത് നമുക്ക് ഈ സമയം ചെയ്യും. അതിന് മുന്നേ പഫിൻ്റെ ആ 3 ഇഞ്ച് അവിടെ ഒന്ന് മാറ്റി കൊടുക്കും. ആ ഷേപ്പ് മാർക്ക് ചെയ്യാനായിട്ടാണ് ആ താഴത്തെ ഭാഗത്തെ 3 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മുകളിലത്തെ പാർട്ടിലും ഇതുപോലെ തന്നെ ഒന്ന് 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. കട്ടിങ്ങിൻ്റെ സമയത്ത് നമ്മൾ 3 ഇഞ്ചാണല്ലോ വിട്ടിട്ടാണല്ലോ സാധാരണ നോർമലി സ്ലീവ് ചെയ്യുന്ന പോലെ ചെയ്തത്. അപ്പോൾ ആ 3 ഇഞ്ച് മുകളിലോട്ടൊന്ന് ഇതുപോലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇത് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ടോട്ടൽ ലെങ്ത് കറക്റ്റ് ആണോ എന്ന് നോക്കുക. ടോട്ടൽ ലെങ്ത് നമ്മൾ 3 ഇഞ്ച് മാർക്ക് ചെയ്ത് 3 ഇഞ്ചായിരുന്നു വേണ്ടത്. അതിനെ കൂടെ താഴത്തെ ലെങ്തും താഴത്തെ തയ്യൽ തുമ്പും മുകളിലത്തെ തയ്യൽ തുമ്പും കൂടെ ചേർത്തിട്ട് 1 ഇഞ്ച് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം 3 + 1 4 ഇഞ്ച്. അത് കഴിഞ്ഞിട്ടുള്ളതാണ് നമ്മൾ മുകളിലോട്ട് പഫ് സ്ലീവിന് എടുത്തിട്ടുള്ളത്. അതെല്ലാം കറക്റ്റാണോ നോക്കിയിട്ട് ബാക്കി ബാലൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ സമയം കട്ട് ചെയ്ത് കൊടുക്കുക. എനിക്കൊരു 1/2 ഇഞ്ചോളം ബാലൻസ് വരുന്നുണ്ട്. അതും ഇതുപോലൊന്ന് മാർക്ക് ചെയ്ത് എല്ലാം നല്ല ഷേപ്പിലാക്കിയതിന് ശേഷം 2 സ്ലീവും ഒരുപോലെ വെച്ച് നന്നായിട്ട് ഇതുപോലെ പ്രസ് ചെയ്ത് വെച്ചതിന് ശേഷം മാത്രം കട്ട് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് അങ്ങനെ ബിഗിനേഴ്സാണ് അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഓരോരോ സ്ലീവായിട്ട് ചെയ്യുക. ഇപ്പം 2 സ്ലീവും ചെയ്യുകയാണെങ്കിൽ ഒരേപോലെ തന്നെ വരും, അതിൽ വേറെ മാറ്റമൊന്നും വരത്തില്ല. ഇങ്ങനെ ചെയ്തതിന് ശേഷം സെൻറ്ററും ഒന്ന് ഇതുപോലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. സെൻറ്ററും കട്ട് ചെയ്തതിന് ശേഷം ഞാൻ നേരത്തെ മാർക്ക് ചെയ്ത ആ മാർക്കിംഗ് എല്ലാം ഒന്നുകൂടെ ആ 3 ഇഞ്ച് ഒന്നുകൂടെ മാർക്ക് ചെയ്ത് കൊടുക്കണം. മുകളിലത്തെ ഭാഗം കട്ട് ചെയ്ത് പോയതിനാൽ അവിടെയും ഒന്നുകൂടെ മാർക്ക് ചെയ്തോ കട്ട് ചെയ്തോ. ഞാനതിവിടെ സെൻറ്റർ കട്ട് ചെയ്തു. അപ്പോൾ തന്നെ ആ 3 ഇഞ്ചും ഒന്നുകൂടെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവിൻ്റെ ഫ്രണ്ട് പാർട്ട് ഷേപ്പ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതിലത്തേക്കായിട്ട് നല്ല വശവും ഇതുപോലൊന്ന് ചേർത്ത് വയ്ക്കണം. സെൻറ്ററെല്ലാം കറക്റ്റായിട്ട് വരണം. അതുപോലെ തന്നെ നമ്മൾ 3 ഇഞ്ച് മാർക്ക് ചെയ്തല്ലോ, അതും ഒരുപോലെ വരത്തക്ക രീതിയിൽ വയ്ക്കണം. ലൈനിങ് എല്ലാം ഒരുപോലെ വരത്തക്ക രീതിയിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് വെച്ചതിന് ശേഷം ആദ്യമേ നിങ്ങൾക്കൊന്ന് കാണാനായിട്ട് ആ 3 ഇഞ്ച് ഞാനൊന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. അവിടെ നിന്നാണല്ലോ നമ്മൾ നോർമലി സ്ലീവ് തുടങ്ങുന്നത്. അവിടെ നിന്ന് 2 ഇഞ്ച് ആദ്യം ഒന്ന് മാർക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് 3 ഇഞ്ച് മാർക്ക് ചെയ്യുക. എവിടെയാണോ 3 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടം വരെ 2 ഇഞ്ചിൽ നിന്ന് 3 ഇഞ്ചിലോട്ട് ഇതുപോലെ 1/2 ഇഞ്ച് ഒന്ന് കുഴിച്ച് മാർക്ക് ചെയ്ത് അതിനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. കട്ട് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കണം, 4 പാർട്ട്, അതായത് ലൈനിങ്ങിൻ്റെ 2 പാർട്ട് സ്ലീവിൻ്റെ 2 പാർട്ട് ഒരുപോലെ വരത്തക്ക രീതിയിൽ വെച്ചതിന് ശേഷം മാത്രമേ കട്ട് ചെയ്യാവൂ. അതിനുശേഷം ഇതുപോലെ ലൈനിങ് ആയിട്ട് വന്ന് നമ്മൾ ബോഡി പാർട്ടൊക്കെ അറ്റാച്ച് ചെയ്തെടുത്ത പോലെ തന്നെ ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്യുക. ലൈനിങ് സ്ലീവ് ചുളിവ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് സെൻറ്ററിൽ നിന്ന് വേണം അറ്റാച്ച് ചെയ്യാനായിട്ട്. സ്ലീവിൻ്റെ സെൻറ്ററിൽ നിന്ന് വേണം അറ്റാച്ച് ചെയ്യാനായിട്ട്. 2 സ്ലീവും ഇതുപോലെ ഒന്ന് ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തെടുക്കുക. ഇനി കുഞ്ഞ് പ്ലീറ്റുകൾ ഇട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ ഒരു സൈഡിൽ നിന്നാണ് തുടങ്ങുന്നത്. ആദ്യത്തെ ഒരു സൈഡിൽ നിന്ന് അടുത്ത സൈഡിലോട്ടാണ് പ്ലീറ്റ് കൊടുക്കുന്നത്.
അപ്പോൾ ഇത് ആദ്യത്തെ പ്ലേറ്റിൽ നന്നായിട്ടൊന്ന് കെട്ടിട്ട് കൊടുക്കണം, ഇല്ലെങ്കിൽ അത് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പ്ലേറ്റായിട്ട് മാക്സിമം കുഞ്ഞു പ്ലേറ്റ് തന്നെ പിടിച്ചു കൊടുത്തിട്ട് എവിടെയാണോ 3 ഇഞ്ച് മാർക്ക് ചെയ്ത് അടുത്ത 3 ഇഞ്ചിലോട്ട് ഇതുപോലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് ലാസ്റ്റത്തത് നന്നായിട്ട് കെട്ടിട്ട് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ താഴത്തെ ഭാഗവും അതും മാർക്കിങ് കണ്ടുകൂടാത്തവർ ഒന്നുകൂടെ മാർക്ക് ചെയ്ത് കൊടുക്കണം, ഒന്നുകൂടെ അളന്ന് മാർക്ക് ചെയ്യണം. അപ്പോൾ എന്തെങ്കിലും ആ രീതിക്ക് തന്നെ നിങ്ങൾ മാർക്ക് ചെയ്ത് കൊടുക്കണം, അത് തെന്നി മാറാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ പടിയൊന്നും വെച്ച് കൊടുക്കാത്തതുകൊണ്ട്, പ്രത്യേകിച്ച് പട്ടയോ ഒന്നും വെച്ച് കൊടുക്കാത്തതുകൊണ്ട് തന്നെ ആദ്യത്തെ ആ ഒരു ഇതുണ്ടല്ലോ, ആദ്യത്തെ സ്റ്റിച്ച് അതും ഒന്ന് നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഇടണം, ഇല്ലെങ്കിൽ സ്ലീവ് കയറ്റുമ്പോഴത്തേന് അത് പൊട്ടിപ്പോവും. ആ സ്റ്റിച്ച് വരുന്നത് നമ്മൾ നേരത്തെ ഒരു 1/2 ഇഞ്ച് ഡിസ്റ്റൻസ് ഇട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തായിരുന്നല്ലോ, ആ സ്റ്റിച്ചിൻ്റെ പുറത്തൂടെയാണ് ഈ സ്റ്റിച്ച് വരേണ്ടത്. അതല്ലെങ്കിൽ നിറയെ സ്റ്റിച്ച് ആകുമ്പോൾ അത് ബോറായിരിക്കും. നല്ല കുഞ്ഞു പ്ലീറ്റുകൾ തന്നെ ഇട്ട് കൊടുക്കണം. ഇതേ രീതിക്ക് തന്നെ മറ്റേ സ്ലീവും സ്റ്റിച്ച് ചെയ്തെടുക്കുക. ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ താഴത്തെ ഈ ഭാഗം സ്റ്റിച്ച് ചെയ്യുമ്പോൾ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ആദ്യത്തതും അവസാനത്തെയും സ്റ്റിച്ച് നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഇട്ട് കൊടുക്കണം. പിന്നെ ആ പ്ലീറ്റ് പിടിക്കുമ്പോൾ കോണൊന്നും വരരുത്, ഇതുപോലെ ഒരേപോലെ തന്നെ വരണം. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്ലീറ്റ് പോയർന്നും ഒരു പ്ലീറ്റ് താഴ്ന്നു ഇരിക്കുകയാണെങ്കിൽ അത് ഭംഗി കുറവായിരിക്കും. അങ്ങനെ ഉള്ളവർ അത്രയും ശ്രദ്ധിച്ച് ചെയ്യാൻ പറ്റാത്തവരാണെങ്കിൽ അവിടെ പടി വെച്ച് കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഇനി ഇതേപോലെ നമുക്ക് അടുത്ത സ്ലീവും ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാനിവിടെ 2 സ്ലീവും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാം ഒരുപോലെ തന്നെ വരുന്നോന്ന് നോക്കണം. താഴെ ഭാഗവും മുകൾ ഭാഗവും എല്ലാം പ്ലീറ്റ് പിടിക്കുമ്പോൾ എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ ചെയ്ത് കൊടുക്കണം. എനിക്ക് പ്രത്യേകിച്ച് വേരിയേഷനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നില്ല. ഇനി നമുക്ക് സിബ്ബ് വയ്ക്കേണ്ട പരിപാടിയാണ്. സിബ്ബ് വെച്ചതിന് ശേഷം നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അതിന് മുന്നേ ഇവിടെ ഫുഡ് റെസ്റ്റ് ഒന്ന് മാറ്റി കൊടുക്കണം. ഞാൻ സ്ലീവ് വയ്ക്കേണ്ട ഫുഡ് റെസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഏതാണോ സിബ്ബ് വയ്ക്കാൻ എളുപ്പം അതൊന്ന് മാറ്റി കൊടുക്കുക. മാറ്റി കൊടുത്തതിന് ശേഷം ഞാനിനി ബാക്ക് പാർട്ട് ഇതുപോലെ ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. സിബ്ബും എടുത്ത് വെച്ചിട്ടുണ്ട്. സിബ്ബ് ഇൻവിസിബിൾ സിബ്ബാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ, കട്ടിങ്ങിൻ്റെ സമയത്ത് പറഞ്ഞ പോലെ തന്നെ ഇൻവിസിബിൾ സിബ്ബും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ തല തിരിച്ചാണ് സിബ്ബ് വയ്ക്കാൻ പോകുന്നത്. അതും ഞാൻ ആദ്യത്തെ വീഡിയോയിൽ തന്നെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. താഴെ നിന്ന് മുകളിലോട്ടാണ് സിബ്ബ് വയ്ക്കുന്നത്, നെക്ക് പാർട്ടിലല്ല. അപ്പോൾ സിബ്ബിനെ ഒന്ന് നിവർത്തി ആദ്യം ഇങ്ങനെ വയ്ക്കുക. വെച്ചതിന് ശേഷം സിബ്ബൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. ബോഡി പാർട്ടിൻ്റെ ബാക്ക് പാർട്ടിൻ്റെ താഴത്തെ ഭാഗം ഇതുപോലെ ഒന്ന് വയ്ക്കുക. സിബ്ബ് എവിടം വരെയാണോ നിങ്ങൾക്ക് വേണ്ടത് അതും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ക്ലോത്തിലാണ് മാർക്ക് ചെയ്യേണ്ടത്. അതും ഒന്ന് മാർക്ക് ചെയ്തതിന് ശേഷം സിബ്ബിനെ ഒന്ന് തല തിരിച്ച്, നമ്മൾ സിബ്ബ് ഓപ്പൺ ചെയ്തിട്ട് സിബ്ബിനെ ഒന്ന് ഇതുപോലെ പല്ല് ഭാഗം തുണിയിലോട്ട് വരത്തക്ക രീതിയിൽ ഇതുപോലെ ഒന്ന് തിരിച്ച് വയ്ക്കുക. മൊത്തത്തിൽ തിരിക്കേണ്ട, ഓപ്പൺ ചെയ്തിട്ട് ആ ഒറ്റ പാർട്ട് മാത്രം ഇതുപോലെ ഒന്ന് തിരിച്ച് വെച്ചതിന് ശേഷം ആ പല്ല് ചേർത്ത് മാക്സിമം നിങ്ങൾക്ക് എത്രത്തോളം പല്ല് ചേർത്ത് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം മാക്സിമം ചേർത്ത് തന്നെ സ്റ്റിച്ച് ചെയ്യുക. നിങ്ങൾക്ക് ഇവിടം വരെയാണോ ലെങ്ത് ആവശ്യം അവിടം വരെ ചേർത്തൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ കഴുത്തിൽ നിന്ന് താഴേക്ക് ഒരു 2 ഇഞ്ച് മാറ്റിയാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. ഞാൻ അത്രയും ഓപ്പൺ കൊടുക്കുന്നുണ്ട്, അത്രയും വരെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ശേഷം സ്റ്റിച്ച് ചെയ്ത് തീരുന്നതിൻ്റെ അവിടെ ലോക്ക് ഇട്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് നിർത്തുക. ഇനി ആവശ്യമുള്ളവർ ഇതുപോലെ പിന്നിപ്പോകുന്ന തുണിയൊക്കെ ആണെങ്കിൽ ഈ സിബ്ബും ആ നല്ല തുണിയായിട്ട് ഒന്ന് ആ വിളുമ്പറ്റം ചേർത്ത് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതും അറ്റത്തൂടെ ആ തുണിയൊക്കെ ഒന്ന് പിന്നിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. വീണ്ടും അടുത്ത പാർട്ടിൽ നമുക്ക് സ്റ്റിച്ച് അറ്റാച്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതും ഇതുപോലെ തന്നെ സിബിനെ ഒന്ന് നിവർത്തി വയ്ക്കുക. നിവർത്തി വെച്ചതിന് ശേഷം സിബിനെ നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ തിരിച്ച് പല്ല് ഭാഗം തുണിയിലേക്ക് വരത്തക്ക രീതിയിൽ ഒന്ന് ഇതുപോലെ വെച്ചതിന് ശേഷം ആ ഭാഗം സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ വിളിമ്പിൽ കൂടെ, അതായത് സിബിൻ്റെ പല്ല് ചേർത്തല്ല ഇങ്ങേ അറ്റത്തൂടെ ഒന്ന് ആദ്യം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. എന്നാലേ അപ്പുറത്തെ സൈഡ് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുള്ളൂ ചേർത്തിട്ട്. അതല്ല എങ്കിൽ ഫുഡ് മാറ്റി കൊടുക്കണം. ഞാൻ ഫുഡ് മാറ്റി കൊടുക്കാത്ത രീതിക്ക് ഇതുപോലെ ആദ്യം ഒന്ന് സിബിൻ്റെ വിളുമ്പറ്റത്തൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത പോലെ എവിടം വരെയാണോ ആവശ്യം അവിടം വരെ സ്റ്റിച്ച് ചെയ്ത് ലോക്കിട്ട് നിർത്തിയതിന് ശേഷം നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്തതുപോലെ ഇതുപോലെ പല്ല് ചേർത്ത് സിബിൻ്റെ പല്ല് ചേർത്ത് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. സ്റ്റിച്ച് ചെയ്യുമ്പോൾ തന്നെ നന്നായിട്ട് ആദ്യത്തെ ആ ഒരു ലോക്ക്, അതായത് നമ്മൾ നെക്കിൻ്റെ താഴത്തെ ഭാഗം വരുന്ന ഭാഗത്ത് ഒന്ന് ലോക്കിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇത്തിരി എങ്ങാനും നന്നായിട്ട് ഫിറ്റായി വരുമ്പോൾ സിബ് പൊട്ടിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ട് ലോക്ക് ചെയ്ത് തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ചേർത്തും അടിക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പം സിബിൻ്റെ പണിയും കഴിഞ്ഞിട്ടുണ്ട്. സിബിൻ്റെ പണി ഇത്രയേ ഉള്ളൂ. സിബ് ഇപ്പോൾ അറ്റാച്ച് ആയിട്ടുണ്ട്. ഇനി
ഇതാ ഇതുപോലെ ഒന്ന് ക്ലോസ് ചെയ്ത് നോക്കുക. ക്ലോസ് ചെയ്ത് നോക്കുമ്പോൾ നല്ല ഫിനിഷ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. താഴത്തെ ഭാഗം എല്ലാം ഒരുപോലെ, രണ്ട് ഭാഗവും രണ്ട് തലയും ഒരുപോലെ തന്നെ വന്നിട്ടുണ്ട്. സിബെല്ലാം പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മുകൾ ഭാഗം ലോക്ക് ചെയ്ത് കൊടുക്കണം. മുകൾ ഭാഗം ലോക്ക് ചെയ്യുമ്പോഴത്തേന് ഇതുപോലെ ഒന്ന് നേരെ തിരിച്ച് വയ്ക്കുക. രണ്ട് പാർട്ടും ഇതുപോലെ ഒന്ന് മടക്കി വെച്ചതിന് ശേഷം സിബും ഇതെല്ലാം ഇപ്പുറത്തെ സൈഡിലോട്ട് വരണം. വന്നതിന് ശേഷം നമുക്ക് ഫുഡ് ഏത് സൈഡാണോ വരുന്നത് ആ സൈഡ് തന്നെ തുണി വരത്തക്ക രീതിയിൽ വെച്ചിട്ട് ഇതുപോലെ എല്ലാ ഭാഗവും ഇപ്പുറത്തെ സൈഡിലോട്ട് വെച്ചതിന് ശേഷം നമ്മൾ എവിടെയാണോ സ്റ്റിച്ച് ചെയ്ത് നിർത്തി അതിൻ്റെ കുറച്ച് താഴെ നിന്ന് ഒരു 1/2 ഇഞ്ച് താഴെ നിന്ന് ഇതുപോലെ നെക്ക് ഭാഗം രണ്ടും ഒരുപോലെ പിടിച്ച് വെച്ചതിന് ശേഷം അവിടം വരെ ഒന്ന് ലോക്കിട്ട് നന്നായിട്ട് ലോക്കിട്ടതിന് ശേഷം തന്നെ അവിടെ നന്നായിട്ടൊന്ന് സ്ട്രോങ് ആയിട്ട് ലോക്കിട്ട് കൊടുക്കുക. ലോക്കിട്ടതിന് ശേഷം നെക്ക് വരെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അവിടെയും നന്നായിട്ടൊന്ന് ലോക്കിട്ട് കൊടുക്കണം. അതല്ലെങ്കിൽ നമ്മൾ ഇട്ട് തീരുമ്പോൾ അവിടെ വിട്ടു പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഡബിൾ സ്റ്റിച്ചും കൊടുക്കണം, സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റിച്ചും കൊടുക്കുക. ബാക്കി വരുന്ന സിബിനെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. കട്ട് ചെയ്ത് മാറ്റിയിട്ട് അതെങ്ങാനും ഇങ്ങനെ വിട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഒരു പീസ് തുണി ഇതുപോലെ വിട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കട്ട് ചെയ്തതിന് ശേഷം ഒരു പീസ് ചെറിയ നമ്മൾ ലൈനിങ്ങിൻ്റെയോ അല്ലാത്ത ഏതെങ്കിലും ഒരു പീസ് തുണി ഇതുപോലെ, പ്രത്യേകിച്ച് മെഷർമെൻറ്റൊന്നും ഞാൻ ഇതിലെടുത്തേക്ക് എടുത്തിട്ടില്ല, കുഞ്ഞ് പീസ് ഇതുപോലെ ഒന്ന് എടുത്തതിന് ശേഷം ഈ സിബിനത്തേക്കായിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് തിരിച്ച് അതിനകത്തോട്ടൊന്ന് ഫോൾഡ് ചെയ്ത് രണ്ട് ഭാഗവും ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് വെച്ചതിന് ശേഷം അതിനെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതും സ്ട്രോങ് ആയിട്ട് 1-2 സ്റ്റിച്ച് ഇതുപോലെ ഡബിൾ സ്റ്റിച്ചൊക്കെ തന്നെ കൊടുക്കുക. ഇപ്പം നമുക്ക് ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും ആയിട്ടുണ്ട്. ഇനി എല്ലാം കൂടെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഇത് സിബും ഓക്കെ ആയിട്ടുണ്ട്. സിബിൻ്റെ പണിയെല്ലാം കഴിഞ്ഞിട്ട് ഷോൾഡർ സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഇപ്പോൾ കാണുന്ന കണക്ക് തന്നെ ഒരു ലൈനിങ് വിട്ടിട്ട് ബാക്കി എല്ലാ പാർട്ടും 2 പീസ് ഷോൾഡറിൻ്റെ 2 പീസും ലൈനിങ്ങും ഇതുപോലെ വെച്ചതിന് ശേഷം അകത്തുള്ള ലൈനിങ്, അതായത് അടിയിൽ വരുന്ന പാർട്ടിൻ്റെ ലൈനിങ് ഇതുപോലെ പുറത്തോട്ടൊന്ന് എടുത്ത് വെച്ചതിന് ശേഷം തയ്യൽ തുമ്പെല്ലാം ചേർത്ത് വെച്ചതിന് ശേഷം തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എല്ലാം സ്ട്രോങ് ആയിട്ട് എല്ലാ തുണിയും 4 പീസും ഒരുപോലെ വരത്തക്ക രീതിയിൽ എടുത്ത് വെച്ചതിന് ശേഷം ഒന്ന് ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. സ്റ്റിച്ച് ചെയ്ത് തീർന്നിട്ട് ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുക്കണം. വലിച്ചു കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്കത് വീഡിയോയിൽ ക്ലിയർ ആയിട്ടില്ല, നിങ്ങൾ ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ ഒന്ന് നിവർന്ന് വരും. അവരുടെ ഷോൾഡറുകൾ ഒരേപോലെ തന്നെ വരുന്നുണ്ട്. ഫ്രണ്ട് നെക്കിൻ്റെ ഷോൾഡറും ബാക്ക് നെക്കിൻ്റെ ഷോൾഡറും ഒരുപോലെ വരുന്നുണ്ട്. അതിപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഈ സമയത്ത് നിങ്ങൾക്ക് വന്നില്ലെങ്കിൽ സ്റ്റിച്ച് അഴിച്ചിട്ട് ഒന്നുകൂടെ ക്ലിയർ ചെയ്ത് കൊടുക്കണം. ഇതുപോലെ മറ്റേ സൈഡ് ഷോൾഡറും സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാനിവിടെ 2 ഷോൾഡറും അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നെക്ക് ലൈനിങ് ഒന്ന് പുറത്തോട്ടൊന്നും തള്ളി വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് ആവശ്യമുള്ളവർ ചെയ്താൽ മതി. ചിലർക്ക് താല്പര്യമുണ്ട്, ചിലർക്ക് ഇഷ്ടമല്ല. അപ്പോൾ ഇത് ലൈനിങ് ഒന്നും പുറത്തോട്ട് തെന്നി വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഞാൻ അവിടെ സിബ് വെച്ചതിൻ്റെ 2 പാർട്ടും ഏത് സൈഡിലോട്ടാണോ പോകുന്നത് ആ സൈഡിലോട്ടൊന്ന് തെന്നി മാറ്റി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇടത് വശത്തോട്ടും വലത് വശത്തോട്ടും തെന്നി മാറ്റി വെച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ ചേർത്ത് തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. കഴുത്തിൻ്റെ ഏറ്റവും അറ്റത്തൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാകുമ്പോൾ പെട്ടെന്ന് അറിയത്തില്ല, നല്ല നൈസായിട്ട് തന്നെ ഇരിക്കും. ഏറ്റവും മാക്സിമം ചേർത്ത് തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഫുള്ള് റൗണ്ടായിട്ട് നിങ്ങളെ നെക്കിൻ്റെ ഷേപ്പ് അനുസരിച്ച് തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. കോർണറുകളൊക്കെ വരുന്നുണ്ടെങ്കിൽ അവിടെ കൊണ്ട് പിൻ ചെയ്ത് വെച്ചതിന് ശേഷം മാത്രം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി ഞാൻ നെക്കെല്ലാം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ശേഷം ഷോൾഡറിൻ്റെ അവിടെ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. ഷോൾഡർ മാത്രമായിട്ട് ഇതുപോലെ ഒന്ന് എടുക്കുക. ഒപ്പത്തിന് വരണം. നെക്കും ആം ഹോളും എല്ലാം ഒരുപോലെ വരണം. ആം ഹോള് ചേഞ്ച് വരും എല്ലാവർക്കും. അപ്പം നെക്കിൻ്റെ ഭാഗം വരുന്ന ഷോൾഡർ ഒരുപോലെ വെച്ചതിന് ശേഷം താഴത്തെ ഭാഗം ആം ഹോളിൻ്റെ എൻഡ് ഭാഗം എല്ലാം പിടിച്ച് ഇതുപോലെ സെയിം ആയിട്ട് വെച്ചതിന് ശേഷം സെൻറ്റർ തന്നെ ഫോൾഡർ ചെയ്ത് വെച്ചതിന് ശേഷം ഷോൾഡറിൻ്റെ അവിടെ 3.5 ഇഞ്ച് നമുക്ക് ആവശ്യമുള്ളൂ. തയ്ച്ച് തീരുമ്പോൾ ഷോൾഡർ ഫുൾ അവിടെ 3 ഇഞ്ച് മതി. ബാക്കി വരുന്ന ഭാഗം ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ആം ഹോളിൻ്റെ സൈഡ് താഴ്ത്തിയൊന്നും കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതുപോലെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. നിങ്ങൾക്ക് നന്നായിട്ട് വേരിയേഷൻ ഉണ്ടെങ്കിൽ മാത്രം അവിടെ ഒന്ന് കുഴിച്ച് കൊടുത്താൽ മാത്രം മതി. അല്ല വേരിയേഷൻ ഒന്നും ഇല്ല എങ്കിൽ അവിടെ കട്ട് ചെയ്ത് കളയേണ്ട ആവശ്യമില്ല. ബാക്കി വരുന്ന ഭാഗം ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുക. കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമുക്കിനി സ്ലീവിൽ ഷേപ്പ് ചെയ്ത പോലെ തന്നെയാണ് ഇവിടെ ഷോൾഡറിൻ്റെ, അതായത് ബോഡി പാർട്ടിലും ആം ഹോൾ ഭാഗം
ഷേപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഷോൾഡറും ഇതുപോലെ ഒന്ന് എടുത്ത് വയ്ക്കുക. ഫ്രണ്ട് പാർട്ട് ഇതുപോലെ നെക്കെല്ലാം ലെവൽ ചെയ്ത് സെൻറ്റർ ഭാഗം ഫോൾഡ് ചെയ്ത് ഇതുപോലെ വെച്ചതിന് ശേഷം ഷോൾഡറിൽ നിന്ന് താഴേക്ക് 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. 2 ഇഞ്ച് എവിടെയാണോ മാർക്ക് ചെയ്യുന്നത് അവിടെ നിന്ന് താഴേക്ക് 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. ടോട്ടൽ 5 ഇഞ്ച് വരണം. ആദ്യം 2 ഇഞ്ച്, അത് കഴിഞ്ഞിട്ട് 3 ഇഞ്ച്. അതിനുശേഷം 2 ഇഞ്ചിൻ്റെയും 3 ഇഞ്ചിൻ്റെയും ഇടയ്ക്കായിട്ട് ഇതുപോലെ 1/2 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുക. സ്ലീവിൽ എങ്ങനെയാണോ നമ്മൾ ചെയ്തത് അതേ രീതിക്ക് തന്നെയാണ് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുക. മാറ്റിയതിന് ശേഷം ഇനി നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്യേണ്ട പണിയാണുള്ളത്. സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. സ്ലീവ് അറ്റാച്ച് ചെയ്യാനായിട്ട് ഇതുപോലെ ഒന്ന് നിവർത്തിയിട്ടതിന് ശേഷം സ്ലീവ് എടുത്ത് സെൻറ്റർ എവിടെയാണോ വരുന്നത് ആ സെൻറ്റർ നമ്മൾ സെൻറ്റർ മാത്രം നോക്കിയാൽ പോരാ. സ്ലീവിൻ്റെ ആം ഹോൾ നമ്മൾ കുഴിച്ച് വെട്ടിയ സ്ലീവ് ഏതാണോ അത് വേണം വയ്ക്കാനായിട്ട്. ഫ്രണ്ടുമായിട്ട് ഇതുപോലെ വരണം. സ്ലീവിൽ കുഴിച്ച് വെട്ടിയതും, അതായത് ബോഡി പാർട്ടിൽ ആം ഹോൾ കുഴിച്ച് വെട്ടിയ ഭാഗവും ഒരുപോലെ വരണം. ഒരേ സൈഡ് തന്നെ വരണം. നല്ല വശവും സെൻറ്റർ ഭാഗവും ഇതുപോലെ അറ്റാച്ച് ചെയ്ത് വരണം. എന്നിട്ട് സ്ലീവും ആം ഹോളും കുഴിച്ച് വെട്ടിയ ഭാഗവും ഇതുപോലെ അറ്റാച്ചായി വന്നതിന് ശേഷം സെൻറ്ററിൽ നിന്ന് ആം ഹോളിലേക്ക് 1/2 ഇഞ്ച് ഡിസ്റ്റൻസ് ഇട്ട് ഇതുപോലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അവിടെ നിന്ന് നേരെ തിരിച്ച് അടുത്ത വശവും സെൻറ്ററിൽ നിന്ന് വീണ്ടും ആം ഹോളിലേക്ക് വീണ്ടും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇതേ രീതിക്ക് തന്നെ മറ്റേ സ്ലീവും സ്റ്റിച്ച് ചെയ്തെടുക്കുക. സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് തന്നെ സ്റ്റിച്ച് ചെയ്യണം. അകത്തുള്ള തുണികളൊന്നും ചുളിവുകളൊന്നും വരാതെ തന്നെ ഇതുപോലെ പിടിച്ച് സമാധാനത്തിൽ തന്നെ സ്റ്റിച്ച് ചെയ്യണം. 2 സ്ലീവും സ്റ്റിച്ച് ചെയ്തെടുക്കുക. 2 സ്ലീവും സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ നേരത്തെ നമ്മൾ ആം ഹോൾ കട്ട് ചെയ്തില്ലേ അതുപോലെ ഷോൾഡർ ടു ഷോൾഡറും ഇതുപോലെ ഒരുപോലെ വയ്ക്കുക. നെക്കിൻ്റെ ആ ഭാഗവും സ്ലീവ് അറ്റാച്ച് ചെയ്തതിൻ്റെ ഭാഗവും ഒരുപോലെ വയ്ക്കുക. അവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടെങ്കിൽ സ്ലീവിൻ്റെ അവിടെ എന്തെങ്കിലും ഒരു സ്ലീവ് താഴ്ന്നാണോ ഒരു സ്ലീവ് ഉയർന്നോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ സമയം അത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അത് വന്നിട്ടില്ല എങ്കിൽ ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതല്ല എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടെങ്കിൽ ഡബിൾ സ്റ്റിച്ചിൻ്റെ സമയത്ത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. സ്ലീവ് ഡബിൾ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി താഴത്തെ ബെൽറ്റ് ഭാഗം ജോയിൻ ചെയ്തെടുക്കേണ്ടതാണ്. അപ്പം ഞാനത് കട്ടിങ്ങിൻ്റെ സമയത്ത് ബെൽറ്റ് ഭാഗം കട്ട് ചെയ്തെടുക്കാനായിട്ട് വിട്ടുപോയതാണ്. ഇനി നമുക്ക് 2 ഇഞ്ച് ഡിസ്റ്റൻസ് ഇട്ട്, അതായത് 2 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇതുപോലത്തെ 2 പീസ് കട്ട് ചെയ്തെടുക്കാം. ഫ്രണ്ടിലത്തൊക്കെയായിട്ടും ബാക്കിലത്തൊക്കെയായിട്ടും 2 പീസ് കട്ട് ചെയ്തെടുക്കാം. ഇത് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഫ്രണ്ട് ഭാഗം ഞാൻ ഇതുപോലെ എടുത്ത് വെച്ചതിന് ശേഷം നമ്മൾ നേരത്തെ ബെൽറ്റ് കട്ട് ചെയ്ത് വെച്ചില്ലേ അതിന് ഇതുപോലെ 1/2 ഇഞ്ച് ഡിസ്റ്റൻസ് ഇട്ടിട്ട് നല്ല വശവും ചേർത്ത് വെച്ച് 1/2 ഇഞ്ച് ഡിസ്റ്റൻസ് ഇട്ടിട്ട് ഇതുപോലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അങ്ങറ്റം വരെ ഇതുപോലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ പതിച്ചടിച്ചതുപോലെ തന്നെ പതിച്ചടിക്കുക. ബെൽറ്റ് ഭാഗത്തോട്ടാണ് ആ സ്റ്റിച്ച് വരേണ്ടത്. ബോഡി പാർട്ടിലല്ല, ബെൽറ്റ് ഭാഗത്ത് അതൊന്ന് പതിച്ചടിച്ചെടുക്കുക. ബാക്ക് പാർട്ടും ഇതുപോലെ ബെൽറ്റ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആ സിബ് ഒന്ന് ഓപ്പൺ ചെയ്ത് ഇതുപോലെ വെച്ചതിന് ശേഷം 1 ഇഞ്ചോളം തുണി ഇതുപോലെ ആദ്യം ഒന്ന് പുറത്തോട്ട് വയ്ക്കുക. എന്നിട്ട് ആ തുണി ഒന്ന് ഫോൾഡ് ചെയ്ത് അകത്തോട്ട് വെച്ചതിന് ശേഷം അവിടെയും 1/2 ഇഞ്ച് ഡിസ്റ്റൻസ് ഇട്ട് ഇതുപോലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതും സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം പതിച്ചടിക്കണം. ഇതേ രീതിക്ക് തന്നെ മറ്റേ വശവും സ്റ്റിച്ച് ചെയ്തെടുക്കുക. 2 വശവും സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം ബെൽറ്റ് ഭാഗം ആദ്യം ഒന്ന് കോണായിട്ട് മടക്കുക, ആ സിബിൻ്റെ സൈഡ്. അത് കഴിഞ്ഞിട്ട് ബോഡി പാർട്ട് ഇതുപോലൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഫോൾഡ് ചെയ്തതിന് ശേഷം ഒന്നുകൂടെ കാണിച്ചു തരാം. ആദ്യം ബെൽറ്റ് ഭാഗം ഒന്ന് കോണായിട്ട് മടക്കുക. അതിനുശേഷം ആ ബോഡി വരുന്ന ഭാഗത്ത് അവിടെ ഒന്നുകൂടെ ഫോൾഡായിട്ട് മടക്കിയതിന് ശേഷം ഇതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. സ്റ്റിച്ച് ചെയ്യുമ്പോൾ സിബിൽ അറ്റാച്ച് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒന്ന് ഫോൾഡ് ചെയ്ത് ആദ്യമേ കോണായിട്ട് മടക്കി കൊടുക്കുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ നേരെ വെച്ച് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ സിബ് ക്ലോസ് ചെയ്യുന്ന സമയത്ത് അവിടം വരെ സിബ് എത്തത്തുള്ളൂ. ആ താഴ്ഭാഗത്ത് അവിടെ ഓപ്പൺ ആയിട്ട് കിടക്കും. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ആദ്യമേ ഒന്ന് കോണായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതേ രീതിക്ക് തന്നെ മറ്റേ വശവും സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഞാനിവിടെ 2 വശവും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. സിബിൻ്റെ അവിടെ ക്ലോസിങ് വന്നിട്ടുണ്ട്. ബെൽറ്റെല്ലാം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബോഡിയിൽ മെഷർമെൻറ്റ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യേണ്ടതാണ്. അതിന് മുന്നേ നമുക്ക് സ്ലീവ് ഒരേപോലെ വെച്ചിട്ടതിന് ശേഷം, അതായത് ആം ഹോളിൻ്റെ അവിടുത്തെ ആ സ്ലീവ് ഒരുപോലെ വെച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക.
സ്ലീവിൽ നിന്ന് സ്റ്റിച്ച് ചെയ്ത് താഴേക്ക് ഇതേ സൈഡിലൂടെ തന്നെ സ്റ്റിച്ച് ചെയ്താൽ മതി. ആദ്യമേ ഷേപ്പൊന്നും സ്റ്റിച്ച് ചെയ്യേണ്ട. നമുക്ക് ബെൽറ്റ് ഭാഗം ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിലത്തേക്കായിട്ട് നമ്മൾ ബാക്കിലത്തെ ബെൽറ്റാണ് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഫ്രണ്ടിലത്തെ ബെൽറ്റ് ഇതുപോലൊന്ന് ഫോൾഡ് ചെയ്തിട്ട് വീണ്ടും ഒന്നുകൂടെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഫോൾഡ് ചെയ്തിട്ട് ഇതുപോലെ വച്ച് താഴെ അറ്റം വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. സ്റ്റിച്ച് ചെയ്ത് ലോക്കിട്ട് കൊടുക്കുക. ഇതേ രീതിക്ക് തന്നെ മറ്റേ സൈഡും ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. കട്ടിങ്ങിൻ്റെ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലൈനിങ് കയറിയാണ് നിൽക്കുന്നതെന്ന്. ഇപ്പം ബെൽറ്റ് സ്റ്റിച്ച് ചെയ്തപ്പോൾ മനസ്സിലായിട്ടുണ്ടായിരിക്കും. ബെൽറ്റിൻ്റെ ഭാഗം വരുമ്പോൾ ഈ ലൈനിങ്ങിൻ്റെ ഏറ്റക്കുറച്ചിലുകളൊന്നും വരത്തില്ല. ബെൽറ്റ് സ്റ്റിച്ച് ചെയ്ത് ഫോൾഡ് ചെയ്തെടുക്കുമ്പോഴത്തേന് ഈ ലൈനിങ്ങും നല്ല തുണിയും എല്ലാം ഇതിനകത്തായിക്കൊള്ളും. ആ തയ്യൽ തുമ്പിൻ്റെ വ്യത്യാസം വന്നത്, അതായത് നമ്മൾ ലൈനിങ് കുറച്ച് നീളം കുറവായിരുന്നല്ലോ, അത് ഇപ്പോൾ തന്നെ ബെൽറ്റ് സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേന് ഈ ലൈനിങ്ങിൻ്റെ ആ ഏറ്റക്കുറച്ചിലുകൾ ഇതിൽ അറിയാൻ പറ്റത്തില്ല. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഇനി ബെൽറ്റ് ഇതുപോലൊന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ബെൽറ്റ് ഭാഗവും സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങളുടെ അവരവരുടെ അളവ് എത്രയാണോ അതനുസരിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് സ്ലീവിൽ എത്രയാണോ വണ്ണം അതിനെ രണ്ടായിട്ട് ഭാഗിച്ചിട്ട് അതവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് 10 ആണെങ്കിൽ അതിനെ രണ്ടായിട്ട് ഭാഗിക്കുമ്പോൾ 5 കിട്ടും. അത് മാർക്ക് ചെയ്ത് കൊടുക്കുക. ശേഷം ആം ഹോൾ എത്രയാണോ നിങ്ങൾക്ക് വണ്ണം അതിനെയും രണ്ടായിട്ട് ഭാഗിച്ചിട്ട് അതൊന്ന് ഇതുപോലൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്ത് സ്ലീവുമായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലൊന്ന് ഷേപ്പ് താഴോട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇതേ രീതിക്ക് തന്നെ മറ്റേ സ്ലീവിലും മറ്റേ ആം ഹോളിലും ഇതേ രീതിക്ക് തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുക. മാർക്ക് ചെയ്തതിന് ശേഷം ബോഡി വണ്ണം സെയിം ആണോയെന്ന് നോക്കണം. രണ്ട് സൈഡിലും, അതായത് രണ്ട് വശങ്ങളിലും തയ്യൽ തുമ്പിട്ടത് സെയിം ആണോയെന്ന് നോക്കണം. അതെന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ ഇതുപോലെ നമ്മൾ മാർക്ക് ചെയ്തതും തയ്യൽ തുമ്പുമായിട്ട് ഒരേ അളവിലാണോ രണ്ട് സൈഡും മാർക്ക് ചെയ്തേക്കുന്നതെന്ന് നോക്കണം. ബോഡി പാർട്ടിൽ ആം ഹോൾ നമ്മൾ ശരിക്കും മാർക്ക് ചെയ്തിട്ടാണല്ലോ ഇതെടുത്തത്, അളവെടുത്തിട്ടാണല്ലോ മാർക്ക് ചെയ്തത്. ഇതുപോലെ വന്നിട്ട് നിങ്ങൾക്ക് അരഭാഗത്ത് ഇതുപോലെ കറക്റ്റ് കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം. അതേപോലെ താഴ്ഭാഗത്ത് നിങ്ങൾ അളവനുസരിച്ച് ഇതുപോലെ കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം. കറക്റ്റ് അളവാണോ എന്ന് നോക്കണം. അളവല്ല എങ്കിൽ ഈ സമയം മാറ്റിക്കൊടുക്കുക. മാർക്കിങ് മാറ്റിക്കൊടുത്തിട്ട് എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ മാറ്റിക്കൊടുത്ത് മാർക്ക് ചെയ്തതിന് ശേഷം ഇതുപോലെ കറക്റ്റ് ഷേപ്പിൽ തന്നെ കറക്റ്റ് ഷേപ്പിൽ ഇതുപോലെ മാർക്ക് ചെയ്യണം. മാർക്ക് ചെയ്യുമ്പോൾ കറക്റ്റ് അളവാണോ എന്ന് ഒന്നുകൂടെ നോക്കണം. ഇല്ല എങ്കിൽ നിങ്ങൾക്ക് സ്റ്റിച്ച് അഴിച്ച് മാറ്റേണ്ടി വരും. ഡ്രസ്സ് വെയർ ചെയ്യുമ്പോൾ കറക്റ്റ് സൈസ് ആകത്തില്ല. അപ്പം എന്തെങ്കിലും ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ മാറ്റി കൊടുത്തതിന് ശേഷം സ്റ്റിച്ച് ചെയ്തെടുക്കാം. മാർക്കിങ്ങിൽ കൂടെ തന്നെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് എത്ര സ്റ്റിച്ചാണോ ആവശ്യം അത്രയും സ്റ്റിച്ച്, ഡബിൾ സ്റ്റിച്ചല്ല 3-4 സ്റ്റിച്ച് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. രണ്ട് സൈഡും ഒരുപോലെ മാർക്കിങ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം മാത്രം മതി ബാക്കിയുള്ള സ്റ്റിച്ചിങ് ഒക്കെ കൊടുക്കേണ്ടത്. ബാക്കി വരുന്ന ഇതുപോലെ ബാക്കി വരുന്ന തുണിയെല്ലാം കട്ട് ചെയ്ത് നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള തയ്യൽ തുമ്പിട്ടിട്ട് ബാക്കിയെല്ലാം കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് താഴത്തെ ഭാഗം ഇതുപോലൊന്ന് മുകളിലോട്ട് വെച്ച് ഫോൾഡ് ചെയ്തതിന് ശേഷം ഒരു ചെറിയൊരു ട്രയാങ്കിൾ ഷേപ്പിൽ ഫോൾഡ് ചെയ്ത് വെച്ചതിന് ശേഷം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിങ്ങനെ മുകളിലോട്ട് ഫോൾഡ് ചെയ്ത് മടക്കി തയ്ക്കുന്നതിൻ്റെ കാര്യം തന്നെ നമ്മൾ തയ്യൽ തുമ്പ് അത്യാവശ്യം കൂടുതലാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ അത് തയ്യൽ തുമ്പ് കൂടുതൽ ഇടുമ്പോഴത്തേന് സ്കേർട്ടുമായിട്ട് ഇടുമ്പോഴത്തേന് ഈ തുണിയെല്ലാം കൂടെ താഴോട്ട് വന്ന് നിൽക്കും. കുറച്ചൊരു ഭംഗി കുറവായിരിക്കും. അത് വരാതിരിക്കാനായിട്ടാണ് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് മടക്കി വയ്ക്കുന്നത്. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാം പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞ രീതിക്ക് ചെയ്തു കഴിഞ്ഞാൽ കറക്റ്റ് പെർഫെക്ഷനോടെ തന്നെ കിട്ടിയിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.